എല്ലാവർക്കും നമസ്കാരം. ട്രൂ ഇവന്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിഷ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൈ പരീക്ഷയുമായി മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. PYQവിന്റെ പ്രത്യേകത നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. തൊട്ട് ഒരു 2 ദിവസം മുൻപ് നമുക്കൊരു ടൈപ്പിസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 20 മാർക്കിന്റേതാണ് മലയാളം ഉണ്ടായിരുന്നത്. അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയവർക്ക് അറിയാം. കാരണം അതിൽ ചോദിച്ചിട്ടുള്ള 90% ക്വസ്റ്റ്യൻസും 90 95% ക്വസ്റ്റ്യൻസും PYQs ആയിരുന്നു. ഓപ്ഷൻ അടക്കം അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇട്ടിരുന്നത്. അതുകൊണ്ട് PYQവിന്റെ പ്രാധാന്യം ആരും മറക്കരുത്. PYQ പഠിക്കണം. അതേപോലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്തായാലും നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. നോക്കിക്കോളൂ. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതം എന്ത് എന്നതാണ് ഇതിലെ ആദ്യത്തെ ചോദ്യം. പറയാമോ? സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രയം, പരാശ്രയം, ആശ്രയം, നിരാശ്രയം. സ്വാശ്രയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വാശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെത്താൻ ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ സ്വാശ്രയം എന്ന് പറയുന്നത്. അപ്പൊ അന്യരെ ആശ്രയിക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദം എന്താ? അത് ഓപ്ഷൻ ബി പരാശ്രയമാണ് അല്ലെ. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് പരാശ്രയം എന്ന പദമാണ്. ഞാൻ ചോദിക്കാം, വദ്യം എന്ന വാക്കിന്റെ വിപരീതമായി വരുന്ന പദം ഏതായിരിക്കും? വദ്യം എന്ന വാക്കിന്റെ വിപരീതം പറയാമോ? വദ്യത്തിന്റെ വിപരീതം അനവദ്യമാണ് കേട്ടോ. വദ്യം എന്നതിന്റെ വിപരീതം അനവദ്യം എന്ന പദമാണ്. ഇനി അയാത എന്നൊരു വാക്കുണ്ട്. അയാത എന്ന വാക്കിന്റെ വിപരീതം എന്താണെന്നറിയാമോ? അയാത എന്ന വാക്കിന്റെ വിപരീതം നിര്യാതയാണ്. ഓർക്കണേ, അയാത എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് നിര്യാത എന്ന പദമാണ്. ഉദ്ഗ്രഥനം എന്നൊരു പദമുണ്ട്. ഉദ്ഗ്രഥനം, അതിന്റെ വിപരീതം എന്തായിരിക്കും? ഉദ്ഗ്രഥനം എന്ന പദത്തിന്റെ വിപരീതം അപഗ്രഥനമാണ്. ഉദ്ഗ്രഥനത്തിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് അപഗ്രഥനം എന്ന പദമാണ്. കറക്റ്റ് ആണ്. ഇനി അപര എന്നൊരു വാക്കുണ്ട്. അപര എന്ന വാക്കിന്റെ വിപരീതം പൂർവയാണ് കേട്ടോ. അപര എന്ന വാക്കിന്റെ വിപരീതം പൂർവ എന്ന പദമാണ്. കറക്റ്റ് ആണ്. ഇനി ഈശ്വര വിശ്വാസം ഉള്ളവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒറ്റപ്പദമാണ് ആസ്തികൻ. ഈശ്വരനെ വിശ്വസിച്ചാൽ നമുക്ക് ആസ്തി ഉണ്ടാവും. അപ്പൊ ഈശ്വര വിശ്വാസം ഉള്ളവൻ ആസ്തികനാണ്. ഈശ്വര വിശ്വാസം ഇല്ലാത്തവനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നാസ്തികൻ എന്ന് പറയാൻ പറ്റും. നാസ്തികൻ. അപ്പൊ ആസ്തികൻ വിപരീതം നാസ്തികൻ. ഇനി എന്തിനോടെങ്കിലും അതിയായ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പറയാ ആഭിമുഖ്യം എന്നാണ് അല്ലെ. എനിക്ക് പാട്ടിനോട് ഭയങ്കര ആഭിമുഖ്യമാണ് എന്ന് പറയും. പക്ഷെ എനിക്ക് ഡാൻസിനോട് വൈമുഖ്യമാണ്. വൈമുഖ്യം. ആഭിമുഖ്യം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ഓർത്തിരിക്കേണ്ടത് വൈമുഖ്യം എന്ന പദമാണ്. ഇനി ആമയം എന്ന വാക്കിന്റെ വിപരീതം എന്താണെന്നറിയാമോ? ആമയം എന്ന വാക്കിന്റെ വിപരീതം ഓർത്തു വെച്ചോളൂ. അത് നിരാമയം എന്ന പദമാണ്. ആമയം എന്നതിന്റെ വിപരീതമായിട്ട് നിരാമയം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അർഘത്തിന്റെ വിപരീതം എന്താണ്? അർഘം എന്ന വാക്കിന്റെ വിപരീതം അർഘം അനർഘമാണ് കേട്ടോ. അനർഘം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിലമതിക്കാനാവാത്ത, നമ്മൾ ആരെങ്കിലുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ചില നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ നമുക്ക് വിലമതിക്കാനാവാത്തതല്ലേ. അപ്പൊ അനർഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലമതിക്കാനാവാത്തത് എന്നാണ്. ഇതൊക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് നോക്കി പോവാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ. പ്രത്യേകം എന്ന പദം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. പ്രത്യേകം എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പ്രത്യേകം, പ്രതി അകം, പ്രത്യേകം, പ്രതി ഏകം. ഇതിലേതാണ് പ്രത്യേകം എന്ന പദം നമ്മൾ പിരിച്ചെഴുതുമ്പോ കിട്ടുന്നേ? പറഞ്ഞേ, ഏതാ ഉത്തരമായിട്ട് വരുന്നേ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി. പ്രതി പ്ലസ് ഏകമാണ് കൂടി ചേരുമ്പോ എന്തെന്ന് വരുന്നേ? പ്രത്യേകം എന്ന് വരുന്നേ. അപ്പൊ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കാം. PSC സ്ഥിരം ചോദിക്കുന്നത് തന്നെ ഞാൻ പറയാം, അത് നിങ്ങൾ പറയണേ. വിണ്ടലം എന്ന പദം PSC എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി മാറി ചോദിക്കുന്നതാണ്. വിണ്ടലം വരാൻ സാധ്യത ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിണ്ടലം എന്ന് പറയുമ്പോൾ അത് വിൺ പ്ലസ് തലമാണ്. കറക്റ്റ് ആണ്. വിണ്ടലം വിൺ പ്ലസ് തലമാണ്. അപ്പൊ തണ്ടാർ എങ്ങനെയാ നമ്മൾ പിരിച്ചെഴുതുന്നത്? തണ്ടാർ എന്ന പദം അത് തൺ പ്ലസ് താറാണ്. തൺ പ്ലസ് താറാണ്. കറക്റ്റ് ആണ്. നെന്മണി നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? നെന്മണി നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും? അത് നെല് പ്ലസ് മണിയാണ് അല്ലെ. കറക്റ്റ് ആണ്. നെന്മണി എന്ന് പറഞ്ഞാൽ നെല് പ്ലസ് മണിയാണ്. കറക്റ്റ് ആണ്. പിന്നെ PSC ചോദിക്കുന്നത്
ആയിരത്താണ്ട് എന്ന പദം ചോദിക്കും. ആയിരത്താണ്ട് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? ആയിരത്താണ്ട് അത് 1000 ആണ്ടാണ്. 1000 പ്ലസ് ആണ്ടാണ് കൂടിച്ചേരുമ്പോ ആയിരത്താണ്ടായിട്ട് മാറുന്നേ. കലവറ എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? കലവറ എന്ന പദം അത് കലം പ്ലസ് അറയാണ് അല്ലെ. കലം പ്ലസ് അറ. ഇതുപോലെ തന്നെയാണ് നിലവറ, അത് നിലം പ്ലസ് അറ എന്ന് വരും. ശരിയാണ്. ഇനി അടുത്തത് പറഞ്ഞേ, മരത്തെ എന്ന പദം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? മരത്തെ എന്ന പദം നമ്മൾ എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? അത് മരം പ്ലസ് എ ആണ്. മരം പ്ലസ് എ ആണ് കൂടിച്ചേരുമ്പോ മരത്തെ എന്ന് വരുന്നത്. കറക്റ്റ് ആണ്. ഇനി ഗജാനനം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഗജാനനം എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? ഗജ പ്ലസ് ആനനമാണ് അല്ലെ. ഗജ പ്ലസ് ആനനമാണ് ഗജാനനം എന്ന് പറയുന്നേ. കാവ്യോപകരണം എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? കാവ്യോപകരണം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? അത് കാവ്യ പ്ലസ് ഉപകരണമാണ്. കാവ്യ പ്ലസ് ഉപകരണമാണ് കൂടിച്ചേരുമ്പോ കാവ്യോപകരണം എന്നായിട്ട് മാറുന്നത്. കിട്ടിയില്ലോ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ. കാട് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. പറയാമോ? കാടിന്റെ പര്യായം അല്ലാത്തത്. അല്ലാത്തത്. ചോദ്യം മുഴുവൻ വായിക്കണം കേട്ടോ. കാരണം കാട് എന്ന് കാണുമ്പോ പര്യായം ചിലർ ഇവിടം വെച്ച് വായിച്ചു നിർത്തും, എന്നിട്ട് വിപിനം പോയി ഉത്തരം എഴുതും. ഇതിൽ ഏതാണ് ഉത്തരം അല്ലാത്തത് എന്നതാണ്. പറയൂ. വിപിനം എന്താണ്? വിപിനം അടവി, കാനനം ഒക്കെ കാടിന്റെ പര്യായമാണ്. അചലം എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കാത്തതാണ്. അചലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലിക്കാത്തത്. അതിന്റെ അർത്ഥം എന്താണ്? പർവ്വതമാണ് അല്ലെ. അചലം എന്ന് പറഞ്ഞാല് പർവ്വതമാണ്. പർവ്വതത്തിന്റെ വേറെ കുറച്ച് പര്യായങ്ങൾ പറയാൻ പറഞ്ഞാൽ ഗിരി, ശൈലം, പറഞ്ഞേ, ശൃംഗം. ഇതൊക്കെ എന്തിന്റെ പര്യായങ്ങളാണ്? ഗിരി, ശൈലം, ശൃംഗം, അചലം എന്നൊക്കെ പറഞ്ഞാല് അത് പർവ്വതം എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ കപ്പലിന്റെ പര്യായം എന്താ മക്കളെ? കപ്പലിന്റെ പര്യായം എന്താണ്? കപ്പലിന്റെ പര്യായം ഒന്ന് പറഞ്ഞു നോക്കിയേ. പണ്ട് കാലത്ത് ഉരു നിർമ്മിക്കും എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഉരു നിർമ്മിക്കും. പിന്നെ നമ്മൾ എന്തെന്നാ പറയാന്നറിയാമോ? യാനപാത്രം എന്ന് പറയും. ഉരു, യാനപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പര്യായമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് കപ്പലിന്റെ പര്യായമാണ്. കറക്റ്റ് ആണ്. ഇനി രോഹിതം പിശുനം എന്തിന്റെ പര്യായമാടാ? രോഹിതം പിശുനം എന്തിന്റെ പര്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റും? രോഹിതം പിശുനം അത് കുങ്കുമമാണ്. നമ്മൾ നെറ്റിയിലിടില്ലേ കുങ്കുമം? കുങ്കുമം കല്യാണം കഴിയുമ്പോൾ നമ്മൾ നിറയെ കുങ്കുമം ഇടും. പിന്നെ ലാസ്റ്റ് തൊട്ടാ തൊട്ട് നമുക്കൊരു പിശുക്ക് വരും അല്ലെ. ലാസ്റ്റ് ആവുമ്പോ പിന്നെ ചിലവർ ഇടാണ്ടാവും. അപ്പൊ കുങ്കുമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിതം എന്നും പിശുനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇതെന്താണെന്നറിയാമോ? ലവണം, വസിരം, സാമുദ്രം എന്തിന്റെ പര്യായമായിരിക്കും? സാമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്? ഉപ്പിന്റെ പര്യായമാണ്. ഉപ്പിന്റെ പര്യായമാണ്. ഓർത്തിരിക്കണം. ഇനി മക്ഷിക വർവണ എന്തിന്റെ പര്യായമാണ്? മക്ഷിക വർവണ നീല. PSCക്ക് ഇഷ്ടമുള്ളതാണ്, അവർ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മക്ഷിക വർവണ നീല എന്ന് പറഞ്ഞാല് അത് ഈച്ചയുടെ പര്യായമാണ്. കറക്റ്റ് ആണ്. അപ്പൊ ഉണ്ടല്ലോ വമ്രി വൽമി പിപീലിക ആരുടെ പര്യായമാ? വമ്രി വൽമി പിപീലിക ആരുടേതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ഉറുമ്പിന്റെ പര്യായമാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഇതൊക്കെ PSC ചോദിക്കുന്ന വാക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോ. വിഹകം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. വിഹകത്തിന്റെ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് പറഞ്ഞു തരണം. അത് ആകാശമാണോ, ഭൂമിയാണോ, പക്ഷിയാണോ, തടാകമാണോ? വിഹകം എന്നാണ് പറയുന്നത്. വിഹകം ആകാശമാണോ, ഭൂമിയാണോ, പക്ഷിയാണോ, തടാകമാണോ എന്നതാണ് ചോദ്യം. വിഹകം എന്ന് പറഞ്ഞാൽ എന്താ? വിഹായസിൽ ഗമിക്കുന്നത് എന്നർത്ഥം. വിഹായസ് ആകാശം, വിഹായസിൽ ഗമിക്കുന്നതിനെയാണ് നമ്മൾ വിഹകം എന്ന് പറയുന്നത്. അപ്പൊ അത് പക്ഷി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. ആകാശത്തിന്റെ കുറച്ച് പര്യായങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ആകാശം പറ. വിണ്ണ് എന്ന് നമ്മൾ പറയും. വിണ്ണ്. നഭസ് എന്ന് നമ്മൾ പറയും. പിന്നെന്താ പറയാ? വ്യോമം എന്ന് നമ്മൾ പറയും. പിന്നെന്താ നമ്മൾ പറയാ? വിണ്ണ്, നഭസ്, വ്യോമം. പിന്നെന്താ ആകാശത്തിന്റെ പര്യായമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങൾ ഏതൊക്കെയാ? കുറച്ചെണ്ണം നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി ഭൂമിയുടെ പര്യായങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഭൂമി, ക്ഷിതി നമ്മൾ പറയും.
ക്ഷോണി നമ്മൾ പറയും. പിന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് ധര, ധരിത്രി ഒക്കെ അല്ലെ. ധര, ധരിത്രി, ക്ഷിതി, ക്ഷോണി ഒക്കെ ഭൂമിയുടെ പര്യായമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. തടാകത്തിന് നമ്മൾ പൊയ്ക എന്ന് പറയും, സരസ് എന്ന് പറയും. കറക്റ്റ് അല്ലേ? ഇതൊക്കെ തടാകത്തിന്റെ പര്യായമാണ്, ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനപം എന്ന് പറഞ്ഞാൽ എന്താടാ? ഇനപം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇനപം എന്താണ്? ഇനപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർപ്പൂരമാണ്. ഇനപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർപ്പൂരമാണ്. അപ്പൊ എന്താണ് കർപ്പരം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കർപ്പരം. കർപ്പരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് തലയോടാണ്. ഓർത്തിരിക്കണം കേട്ടോ. കർപ്പരം എന്ന പദത്തിന്റെ അർത്ഥം തലയോട് എന്നാണ്. കറക്റ്റ് ആണ്. തരണി എന്താണെന്നറിയാമോ? തരണി, തരണി അത് സൂര്യന്റെ പര്യായമാണ്. തരണി എന്നത് സൂര്യന്റെ പര്യായമാണ്. ഓർത്തു വെക്കണം. അന്തോളം എന്താണെന്നറിയാമോ? അന്തോളം, അന്തോളം അത് മഞ്ചലിന്റെ പര്യായമാണ് കേട്ടോ. അന്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഞ്ചൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രമേഷ് പിഷാരടിയും രഞ്ജിനി ഹരിദാസും ഒക്കെ ഒന്നിച്ചിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോ അവരെങ്ങനത്തെ ഡ്രസ്സാണ് ഇടുക? രഞ്ജിനി ഹരിദാസ് എങ്ങനത്തെ ഡ്രസ്സാണ് ഇടുക? നക്ഷത്രങ്ങൾ മിന്നുന്ന പോലത്തെ, താരകങ്ങൾ മിന്നുന്ന പോലത്തെ ഡ്രസ്സാണ് ഇടുക. അവതാരക എന്നാണ് പറയാ. നോക്കിയേ, താരകം. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നേ? അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗം അവതാരകയാണ്. അപ്പൊ ചിലർക്ക് ഡൗട്ട് വരും, അവതാരിക ഇതെന്താണെന്നറിയാമോ? പുസ്തകത്തിന്റെ മുൻഭാഗത്ത് ആ പുസ്തകത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവില്ലേ വേറൊരാള്? പുസ്തകത്തിന്റെ മുൻഭാഗത്തുള്ള കുറിപ്പിനെയാണ് നമ്മൾ അവതാരിക എന്ന് പറയുന്നത്. ഞാൻ ബുക്ക് എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിനെ പറ്റി എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ട്, ഒരു എഴുത്തുകാരനെ കൊണ്ട് ഞാൻ അതിന്റെ ഫ്രണ്ടിൽ എഴുതിച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ അവതാരിക എന്ന് പറയുന്നത്. അപ്പൊ അവതാരിക വേറെ, അവതാരക വേറെ. താരകം മിന്നുന്ന ഉടുപ്പിട്ടിട്ടാണ് രഞ്ജിനി ഹരിദാസ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കറക്റ്റ് ആണ്. ഇനി തമ്പി, PSC ഇപ്പൊ രണ്ട് അടുത്തടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് നമ്പ്യാരും നങ്ങ്യാരുമാണ്. ഓർത്ത് വെക്കണം കേട്ടോ. നമ്പ്യാർ എന്നത് പുല്ലിംഗം, നങ്ങ്യാർ എന്നത് സ്ത്രീലിംഗം. പ്രഭു എന്നത് പുല്ലിംഗം, പ്രഭ്വി എന്നത് സ്ത്രീലിംഗം. അപ്പൊ ഞാൻ വെറുതെ ചോദിക്കാം, തമ്പി എന്നത് പുല്ലിംഗം, അതിന്റെ സ്ത്രീലിംഗം എന്താ? തങ്കച്ചിയാണ് അല്ലെ. ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ യാചകൻ ചോദിച്ചു ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. യാചകന് നമുക്കറിയാം താക്കോലും കൊണ്ട് അവര് പോയി. യാചക്കി ആണ്. കറക്റ്റ് ആണ്. ഇനി ഞാൻ സ്ഥിരം PSC ചോദിക്കുന്നത് ചോദിക്കാം. പണ്ടാല, പണ്ടാലയുടെ എതിർലിംഗം എന്താ? കോവിലമ്മയാണ് അല്ലെ. പണ്ടാല എന്നതിന്റെ എതിർലിംഗമായിട്ട് കോവിലമ്മയാണ് വരുന്നത്. നമ്പൂതിരിയുടെ എതിർലിംഗം എന്താ? നമ്പൂതിരി എന്ന വാക്കിന്റെ എതിർലിംഗമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? അത് അന്തർജനമാണ്. നമ്പൂതിരിയുടേത് അന്തർജനമാണ്. കറക്റ്റ് ആണ്. മാടമ്പിയുടേത് ആരാടാ? മാടമ്പി, മാടമ്പിയുടേത് കെട്ടിലമ്മയാണ്. കറക്റ്റ് ആണ്. മാടമ്പി, കെട്ടിലമ്മ കറക്റ്റ് ആണ്. ചാക്യാരുടെ ആരാണ്? ചാക്യാരുടെ ആരാണ് പറയാമോ? അത് ഇല്ലോടമ്മയാണ് അല്ലെ. ചാക്യാരുടെ ഇല്ലോടമ്മയാണ്. കറക്റ്റ് ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? സ്വാമി എന്ന വാക്കിന്റെ എതിർലിംഗം എന്താണ്? സ്വാമി എന്ന വാക്കിന്റെ എതിർലിംഗം അത് സ്വാമിനിയാണ്. സ്വാമിനിയാണ്. കറക്റ്റ് ആണ്. പിഷാരടി എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? പിഷാരടി അത് ഒന്നില്ലെങ്കിൽ ഷാരസ്യാർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പിഷാരസ്യാർ എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി കലമാന്റെ എതിർലിംഗം എന്താ മക്കളെ? കലമാൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? കലമാൻ അത് പേടമാനാണ് ട്ടോ. കലമാൻ, പേടമാൻ. അപ്പൊ കണ്ടൻ പൂച്ചയുടെ എതിർലിംഗം എന്താ? കണ്ടൻ പൂച്ച എന്ന വാക്കിന്റെ എതിർലിംഗമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ചക്കിപ്പൂച്ചയാണ് അല്ലെ. കണ്ടൻ പൂച്ച, ചക്കിപ്പൂച്ച കറക്റ്റ് ആണ്. ആങ്ങള എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? ആങ്ങള എന്ന വാക്കിന് നമ്മൾ പെങ്ങള എന്ന് പറയും. കറക്റ്റ് ടോണിലാണെങ്കിൽ പെങ്ങൾ എന്നാണ് നോർമൽ ഇതിൽ പറയാ. ആങ്ങള, പെങ്ങള എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഓക്കെ. അടുത്തത് അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ പദം ഏത് എന്നതാണ് ചോദ്യം. പറയാമോ? അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാദഗതിയാണോ, സംഹിതയാണോ, നിർവഹണമാണോ, ഭേദഗതിയാണോ? നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ അമെൻമെന്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത്
ഓപ്ഷൻ ഡി ഭേദഗതിയാണ് അല്ലെ, ഭേദഗതിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഐവറി ടവർ എന്ന് പറഞ്ഞാൽ എന്താ? PSC സ്ഥിരം ചോദിക്കുന്നതാണല്ലോ. ഐവറി ടവർ എന്ന് പറഞ്ഞാൽ എന്താ? ഐവറി ടവർ അത് ദന്തഗോപുരം എന്നാണ് നമ്മൾ പറയുന്നത്. ഐവറി ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദന്തഗോപുരം എന്ന് പറയും. ബ്ലാക്ക് ലെഗ് എന്താ മക്കളെ? ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? കരിങ്കാലിയാണ് അല്ലെ. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കരിങ്കാലി. കഴിഞ്ഞൊരു PSC ഉണ്ടായിരുന്നു വാഗിംഗ് ദ ടെയിൽ എന്ന് പറഞ്ഞു. വാഗിംഗ് ദ ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം പ്രകടിപ്പിക്കുക, ഇണക്കം കാണിക്കുക എന്ന അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതായിരുന്നു. ട്രാൻസിറ്ററി മെഷേഴ്സ് അതൊരു PYQ ആണ്. അതെന്താണെന്നറിയാമോ? ഇടക്കാല നടപടികളാണ്. ഓർത്തിരിക്കണേ, ഇടക്കാല നടപടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആപ്പിൾ ഇൻ വൺ സൈ അതും ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ഇൻ വൺ സൈ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിൾ ഇൻ വൺ സൈ കറക്റ്റ് ആണ്. കണ്ണിലുണ്ണി എന്നർത്ഥത്തിലാണ് അല്ലെ. കണ്ണിലുണ്ണി എന്നർത്ഥത്തിലാണ് ആപ്പിൾ ഇൻ വൺ സൈ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഭീമമായ അബദ്ധമാണ് അല്ലെ. ചെറിയ അബദ്ധം ഒന്നല്ല, അതിഭീകരമായ ഭീമമായ അബദ്ധത്തിനെയാണ് നമ്മൾ അയ്യോ അതൊരു ഹിമാലയൻ ബ്ലണ്ടർ ആയി പോയി എന്ന് നമ്മൾ പറയില്ലേ. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യത്തേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കേ, ശരിയായ രൂപം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജഡം 4 രീതിയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടത്തില് ഇതിലേതാണ് ശരിയായ ജഡം എന്ന് ചോദിച്ചാൽ എന്തു പറയും? പറഞ്ഞോ. ഈ മരിച്ചുപോയ ആളുകളെ കെട്ടിയിടേണ്ട ആവശ്യമില്ല, അവരെണീറ്റ് ഓടില്ല. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് ജഡത്തിന്റെ ഡാക്ക് കെട്ടില്ല എന്ന് ഓർക്കണം. ശരി, ഇനി കെട്ടില്ലാത്ത കുറച്ച് ഡാകൾ പറയാൻ പറഞ്ഞാൽ എന്തു പറയും? കെട്ടില്ലാത്ത കുറച്ച് ഡാ. നീഡം. നീഡം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പക്ഷിക്കൂടാണ്. പക്ഷിക്കൂടിന്റെ ഉള്ളില് നമ്മൾ പക്ഷികളെ കെട്ടിയിടില്ല. ഗരുഡൻ, കെട്ടിയിട്ടാല് അതിന് ഉയരത്തിൽ പറക്കാൻ പറ്റില്ല. ക്രീഡ, കെട്ടിയിട്ടാല് കളിക്കാൻ പോവാൻ പറ്റില്ല. കിട്ടിയോ? ആഡംബരം, വാക്കിന്റെ അർത്ഥം ആഡംബരം എന്നാണെങ്കിലും ഇതിന് കെട്ടില്ല. ഓക്കെ, ഇത്രയും വാക്കുകൾ ഓർക്കുക. ഇനി മൂഢൻ എന്ന് പറയുമ്പോ കെട്ടുണ്ട്, അവന് ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിരിക്കുന്നത് കൊണ്ടാണ് വിവരമില്ലാത്ത. മൂഢൻ ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ വേറൊരു നിഗൂഢം, നിഗൂഢത്തിനും കെട്ടുണ്ട്. നിഗൂഢം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കലാണ്. ഈ കെട്ടിന്റെ ഉള്ളിലാണ് എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ 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 നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു പോണം. അപ്പൊ ഗരുഡൻ എന്ന് പറഞ്ഞുകൊണ്ട് ജഡായു എന്ന് എങ്ങനെയാണ് എഴുതുക? ജഡായു അത് ഡായാണ്, പരിപ്പ് വടയുടെ ഡായാണ് കേട്ടോ. ജഡായു എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തേക്ക് നമ്മൾ പോവാണ്. മനസ്സ് എന്നതിന്റെ പര്യായ പദം ഏത് എന്നതാണ് ചോദ്യം. പറയാമോ? മനസ്സിന്റെ പര്യായം ഏതാന്ന് പറയാമോ? മൗലി, ഉത്തമാംഗം, മതി, വപുസ്. ഇതിലേതാണ് മനസ്സ് എന്നർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നേ? മൗലി ശിരസ് എന്നാണ് നമ്മൾ പറയാ. ഉത്തമാംഗം ശിരസ് എന്ന് നമ്മൾ പറയും. വപുസ് ദേഹം, കായം, മേനി എന്നൊക്കെ പറഞ്ഞാൽ ശരീരം എന്നർത്ഥത്തിലാണ്. മതിക്ക് നമ്മള് ബുദ്ധി എന്ന് പറയാറുണ്ട്. തൃപ്തി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് കൂടാതെ മനസ്സിനും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മതി എന്ന വാക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് നാനാർത്ഥങ്ങൾ ചോദിക്കാം, എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരണം. മക്കളെ, അന്തം എന്ന വാക്കിന് 2 അർത്ഥങ്ങൾ പറയാമോ? അന്തം അവസാനം എന്ന് നമ്മൾ പറയും അല്ലെ. അന്തത്തിന് അവസാനം എന്ന് പറയും. അത് കൂടാതെ അതിര് എന്ന പദവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കിട്ടിയില്ലോ? ഇനി കാണ്ഡമാണെങ്കിലോ? കാണ്ഡം, ഭൂകാണ്ഡം എന്നൊക്കെ പറയും. മണ്ണിന്റെ അടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങാണ് അല്ലെ. കിഴങ്ങ് എന്നും നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തണ്ട് എന്നുള്ള അർത്ഥത്തിലും കാണ്ഡം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. കിട്ടിയോ? കിട്ടിയോ? ഇനി അടുത്തത് ചോദിക്കാം. ഗുരു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഗുരു 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 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആചാര്യന്മാരെ നമ്മൾ ഗുരു എന്ന് പറയും. അതുകൂടാതെ വലിയ എന്ന അർത്ഥത്തിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്കുശം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്കുശം എന്ന വാക്ക് അതെന്താണെന്നറിയാമോ? ആനത്തോട്ടി എന്നുള്ള അർത്ഥത്തിലും നമ്മൾ അങ്കുശം പറയും. കൂടാതെ കോമില്ലേ, നമ്മളുടെ കോമ, വെറും കോമേനെയും നമ്മൾ എന്തെന്നാണ് പറയാ? ഒരു ചിഹ്നമാണ് അല്ലെ. ഇതിനെയും നമ്മൾ പറയുന്ന പേര്
അങ്കുശം എന്നാണ്, കറക്റ്റ് ആണ്. ദലം എന്ന് പറഞ്ഞാൽ എന്താടാ? ദലം ദലം അത് ഇല എന്നും അംശം എന്നുമുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദലം എന്ന് പറഞ്ഞാല് ഇല എന്നും അംശം എന്നും ഉള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹരി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയുന്ന ഹരി വിഷ്ണുവാണ് അല്ലെ, ഭഗവാൻ വിഷ്ണുവാണ്. അത് കൂടാതെ കുരങ്ങ് എന്നൊരർത്ഥം കൂടെ ഹരി എന്ന ഈ വാക്കിനുണ്ട് എന്ന് ഓർത്തു വെച്ചിരിക്കണം. കിട്ടിയോ? കിട്ടിയോ? ഇനി വാക്യശുദ്ധിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഏകദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഏകദേശം എന്ന് പറഞ്ഞാലും ഓളം എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ആക്കി എഴുതാം? ഒന്നില്ലെങ്കിൽ ഏകദേശം 1000 പേർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഏകദേശം കളഞ്ഞിട്ട് 1000-ഓളം പേർ എന്ന് നമുക്ക് എഴുതാം. ഇത് രണ്ടും കൂടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് തെറ്റ്. ഉദ്ദേശം 1000-ഓളം, അതും തെറ്റ്. ഏകദേശം 1000 പേർ, ഇത് കറക്റ്റ് ആണ്. ഏതാണ്ട് 1000-ഓളം, അതും തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. കാരണം ഏകദേശം എന്ന് പറഞ്ഞാലും ഓളം എന്ന് പറഞ്ഞാലും ഒരേ മീനിങ്. പിന്നെ എപ്പോഴും പറയുന്നതാണ് 100 തേങ്ങകൾ, തുലാഭാരത്തിന് 100 തേങ്ങകൾ. ഈ ജീവനില്ലാത്ത സാധനങ്ങൾ നമ്മൾ പ്ലൂരൽ ഉപയോഗിക്കാറില്ല. 100 തേങ്ങ, 10 ചക്ക, 20 മാങ്ങ, അത്തരം രീതിയിൽ പറഞ്ഞാൽ മതി. അതൊന്നും കൾ ചേർത്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത്തരത്തില് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഉത്തരം കണ്ടെത്തിയതിന് ശേഷം ഓടിപ്പോയി ബബിൾ ചെയ്യാതെ വീണ്ടും ഒരു സെക്കൻഡും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം പോയിട്ട് ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി മാർക്ക് മേടിച്ചെടുക്കുക, നെഗറ്റീവിലേക്ക് പോവരുത്. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ PYQs നന്നായിട്ട് പഠിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ 2025 ഇപ്പൊ എൻഡ് ആയല്ലോ, ഇയർ എൻഡ് ആയല്ലോ. അപ്പൊ 2025 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 1 by 1 ആയിട്ട് അവർ തന്നെ ആൻസർ കീ ഒക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, PSCയുടെ സൈറ്റിൽ ഉണ്ടാവും. നന്നായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻസർ കീ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഡൗട്ട് ഉള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കുക. 2025 ഫുൾ PYQ സെറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതി വരാം. ടേക്ക് കെയർ. ബൈ.